നമസ്കാരം. തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലെ ഒരു നടിയാണ് തൃഷ കൃഷ്ണൻ. 1999 മിസ് സേലം മത്സരത്തിൽ പങ്കെടുത്തു. 1999 തന്നെ മിസ് ചെന്നൈ, 2001 മിസ് ഇന്ത്യ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു. ആദ്യകാലങ്ങളിൽ പരസ്യ ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു തുടങ്ങിയിരുന്നു. ജോഡി എന്ന ചിത്രത്തിൽ ഒരു കാമിയോ വേഷത്തിലാണ് തൃഷ ആദ്യമായി അഭിനയിച്ചത്. പിന്നീട് പ്രിയദർശൻ സംവിധാനം ചെയ്ത ലെയ്സ ലെയ്സ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. പക്ഷേ ആദ്യമായി ശ്രദ്ധേയമായ ഒരു വേഷത്തിൽ അഭിനയിച്ചത് സൂര്യയോടൊപ്പം അഭിനയിച്ച മൗനം പേസിയാതെ എന്ന ചിത്രമായിരുന്നു. പിന്നീട് വിക്രം നായകനായി അഭിനയിച്ച സാമി എന്ന ചിത്രത്തിലെ ചൂടൻ ഗാനരംഗങ്ങൾ തൃഷയെ മുൻനിര നായികമാരുടെ ഇടയിലേക്ക് ഉയർത്തി. വിജയ് നായകനായി അഭിനയിച്ച ഗില്ലി മറ്റൊരു വിജയമായിരുന്നു. ഹേയ് ജൂഡ്, റാം തുടങ്ങിയ മലയാള ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിലൂടെ ദുഃഖകരമായ പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് നടി തൃഷ കൃഷ്ണൻ. തന്റെ ജീവിതത്തിൽ നികത്താനാകാത്ത വിടവ് തീർത്ത് തന്റെ പൊന്നോമന യാത്രയായി എന്നാണ് തൃഷ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുള്ളത്. ക്രിസ്മസ് പുലരിയിൽ തന്റെ പ്രിയപ്പെട്ട മകൻ നഷ്ടമായ ദുഃഖത്തിലാണ് തൃഷ. സിനിമാ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന വേളയിൽ ഇനി അഭിനയത്തിലേക്ക് പോലും കുറച്ചു കാലത്തേക്ക് ഉണ്ടാവില്ല എന്നും തൃഷ ആരാധകരെ അറിയിച്ചിരുന്നു. എന്നും ചേർത്ത് പിടിച്ചും മുത്തം നൽകിയും ഓമനിച്ച പൊന്നോമന ഇനി ഓർമ്മ മാത്രമാണെന്ന് അംഗീകരിക്കാൻ തൃഷയ്ക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അടുത്ത കാലം വരെയും സോറോ എന്ന തന്റെ വളർത്തുനായിയെ ഓമനിക്കുന്ന തൃഷയുടെ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കാണാമായിരുന്നു. ക്രിസ്മസ് ദിനത്തിലാണ് സോറോയുടെ വിയോഗമെന്നാണ് തൃഷ പങ്കുവച്ച വിവരം. സോറോയെ അടക്കിയ സ്ഥലത്തിന്റെ ചിത്രവും തൃഷ പങ്കുവച്ചിട്ടുണ്ട്. പുഷ്പങ്ങളും മെഴുകുതിരികളും പൂമാലകളും അവിടെ കാണാം. എന്റെ മകൻ സോറോ ഈ ക്രിസ്മസ് ദിനത്തിൽ വിട പറഞ്ഞു. എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഇനി എന്റെ ജീവിതം അർത്ഥശൂന്യമായിരിക്കുന്നു എന്ന്. ഞാനും എന്റെ കുടുംബവും ഈ ആഘാതത്തിൽ നിന്ന് മുക്തരായിട്ടില്ല. കുറച്ചു കാലത്തേക്ക് ജോലിയിൽ നിന്നും ഇടവേള എടുക്കുന്നു എന്നാണ് തൃഷ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. ഒപ്പം തന്നെ തൃഷയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ നിരവധി പേരാണ് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നടി കല്യാണി പ്രിയദർശൻ ഉൾപ്പെടെയുള്ളവരും കമന്റ് ഇട്ടവരുടെ കൂട്ടത്തിലുണ്ട്.